ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ കുഞ്ഞൊരു ഗാർഡൻ വീഡിയോ ആണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഞാൻ എൻ്റെ ചെടികൾ, പൂത്തിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുമായിരിക്കും. എൻ്റെ കയ്യിൽ പൂത്ത് നിൽക്കുന്നത് താമര കേട്ടോ. ഞാൻ മറ്റ് വീഡിയോസിലൊന്നും താമര ഞാൻ അധികമായിട്ടും കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ പൂത്തപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇത് നല്ല വെള്ള സുന്ദരിയായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. മഴ ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഞാൻ കുഞ്ഞൊരു കമ്പൊക്കെ വെച്ചിട്ട് ഒരു ഊന്ന് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കാറ്റ്, അപ്പോൾ കാറ്റിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചത് കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ഊന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല മണമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സുന്ദരിയെ പരിചയപ്പെടുത്തിയത്. നല്ല വൈറ്റ് കളറിലെ വലിയ പൂവാണ് കേട്ടോ. അപ്പോൾ ഇത് എന്നും പൂക്കളാണ്. ഒരു പൂ കഴിയുമ്പോഴത്തേക്ക് അടുത്ത വരും. ഇതെല്ലാം സ്റ്റാൻഡിങ് ലീവ്സ് ആണല്ലോ. അപ്പോൾ സ്റ്റാൻഡിങ് ലീവ്സിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ബഡ്സ് വന്നുകൊണ്ടിരിക്കും. സ്റ്റാൻഡിങ് ലീവ് വന്നിട്ടാണ് നമ്മൾ അതിൽ നിന്ന് പുതിയ പുതിയ മുട്ടുകൾ വരുന്നത്. അപ്പോൾ ഇതിപ്പം ഒരു 5-6 പൂക്കൾ ഇതിൽ നിന്ന് കിട്ടി അടുപ്പിച്ച് തന്നെ. അപ്പോൾ അത് അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അടുത്തൊരു താമരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്കൊക്കെ ഒരുവിധം എല്ലാത്തിൻ്റെയും പേരുകളൊക്കെ അറിയാവുന്ന നിങ്ങൾ എക്സ്പേർട്ടുകളാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല. ഈ അടുത്തൊരു കണ്ടോ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ. അയാൾ വിരിഞ്ഞിട്ടില്ല. അതിൽ നിന്ന് ഇങ്ങനെ മുട്ടുകൾ അടിയിൽ നിന്നെല്ലാം വരുന്നുണ്ട് കേട്ടോ. നല്ലപോലെ വരുന്നുണ്ട്. അതിങ്ങനെ ഇത്രത്തോളം ഹൈറ്റിൽ വരുന്നില്ല. ഈ ഒരു ഹൈറ്റിലേ പ്ലാന്റ് വരുന്നുള്ളൂ. മുട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്നു. വിരിയിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പലരും പറയാറുണ്ട് ഇങ്ങനെ മുട്ട് ചെറുതായിട്ട് കണക്ക് വന്നാൽ വിരിയിച്ച് കൊടുത്താൽ മതിയെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. തന്നെ അവർ വിരിയാണ് ചെയ്യുന്നത്. 2-3 ദിവസമൊക്കെ അതുപോലെ 4-5 ദിവസം നിന്നതിന് ശേഷം വിരിയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു താമര എന്ന് പറയുന്നത് കേട്ടോ. അത് ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൂക്കളുണ്ടായിരുന്നു. കൊഴിഞ്ഞതേ വീണതേ ഉള്ളൂ. ഭയങ്കര മഴയില്ലേ. മഴയത്ത് ഇവർ അങ്ങനെ മഴയത്ത് തരണം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകുന്നു, ശക്തമായിട്ടുള്ള വെള്ളം വീണിട്ട്. അപ്പോൾ ഇതുമെല്ലാം ഞാനിങ്ങനെ ഊന്നിക്കെട്ടി ഇതിങ്ങനെ കിടന്ന് അടിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചത് ഒടിഞ്ഞു പോയി എന്ന്. അങ്ങനെ പിന്നെ കമ്പെല്ലാം ഇങ്ങനെ ഊന്നി കെട്ടിക്കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്തൊക്കെ കുഞ്ഞു ഗപ്പീസിനെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര കൊതുകിൻ്റെ ശല്യം വരും. അത് കാരണം കുഞ്ഞു ഗപ്പികളെ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ സുന്ദരി ചെടിയാണ് കേട്ടോ. സുന്ദരി ചെടിയിൽ നിറച്ചും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തൊക്കെ വിട്ടേക്കുന്നത് കേട്ടോ. അടുത്തടുത്ത് ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ടിരിക്കും. എല്ലാം കൂടി ഒരുമിച്ച് പൂക്കണം എന്ന് ഞാൻ വിചാരിക്കുമ്പോഴേ അവർ പൂക്കാറില്ല. ഒരു 3-4 പ്ലാന്റിൽ ഒരുമിച്ച് പൂ കാണും. പിന്നെ ആ പൂ കൊഴിയും. അടുത്ത പ്ലാന്റിൽ നിന്ന് വീണ്ടും മുട്ടുകൾ വരുന്നതേ കണ്ടോ. ഇതിപ്പോൾ ഇങ്ങനെ പൂക്കൾ നിൽക്കുകയാണ്. ഇതിനകത്ത് നിറച്ചും പൂവായിരുന്നു. ഞാനതൊക്കെ കട്ട് ചെയ്തു. പൂ കഴിഞ്ഞപ്പോൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന കാണുമ്പോൾ ഒരു അഭംഗി പോലെ തോന്നി. അത് കാരണം അതെല്ലാം കട്ട് ചെയ്ത്. അപ്പോൾ ഇവിടുന്ന് അടുത്ത പ്ലാന്റുകളിൽ നിന്നെല്ലാം മുട്ടുകൾ, അതെല്ലാം മുട്ടുകൾ, അവിടെ നിൽക്കുന്ന എല്ലാം മുട്ടുകളാണ്. അപ്പോൾ അവരാണ് ഈ ഒരു ഏരിയയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഈ ചെടി വീട്ടിലുള്ള പലരും ഉണ്ട്, അപ്പം പൂക്കുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. ഇതിന് തീരെ ഷെയ്ഡിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ഷെയ്ഡ് വേണ്ടാതില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ച് വെയിലും വേണം, എന്നാൽ കുറച്ച് ഒരു ഷെയ്ഡും വേണം. ആ രീതിയിൽ നിൽക്കുന്ന രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുക കേട്ടോ. അപ്പോൾ പലരും പറയാറുണ്ട് ഇത് ഫ്ലവർ ചെയ്യുന്നില്ല, വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ പ്ലാന്റ് അങ്ങ് പെട്ടെന്ന് പോകുന്ന പോലെ തോന്നും. അപ്പം ഒരു മീഡിയം രീതിയിൽ നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ, സൺലൈറ്റിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്ലവറിങ് ആയിട്ട് നല്ല രീതിയിൽ ഫ്ലവറിങ് ആവാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറേ നിൽക്കുന്നത് ബാൽസമാണ്. ബാൽസമൊക്കെ നല്ല രീതിയിൽ നിന്ന സാധനമെല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേയൊക്കെ റീപ്പോർട്ട് ചെയ്ത് പലയിടങ്ങളിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഷെയ്ഡൊക്കെ വരുന്ന ഷെയ്ഡ് കിട്ടുന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും ഞാൻ വെച്ചിട്ടുണ്ട്. ബാൽസത്തിനൊന്നും വലിയ വെയിലിൻ്റെ എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് വലിയ വെയിലിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. ഞാൻ പല വീഡിയോസിലും ബാൽസത്തിനെ പറ്റിയിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വെറൈറ്റീസൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അത് പിന്നെ ഓരോന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. ഇവിടെ നിൽക്കുന്ന കുറച്ച് ഈ റോയിൽ നിൽക്കുന്ന കുറേ ചെമ്പരത്തികളാണ് എൻ്റെ. എപ്പോഴും പൂക്കളുള്ള ചെമ്പരത്തികളാണ് ഈ ഭാഗത്ത് കുറേ നിൽക്കുന്നത്. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു 10 മണിയാണ്. ഒരു കളറല്ല കേട്ടോ, ഇതിനകത്ത് ഒരു 6-8 മിക്സഡ് ആയിട്ടുള്ള ഈ നമ്മുടെ റോസ് പോലെ ഇരിക്കുമല്ലോ അടുക്കിൻ്റെ അങ്ങനെയുള്ള പെറ്റൽസുള്ള
10 മണിയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ആ ലീഫ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അടുക്കുള്ള ലീഫാണ്, അടുക്കുള്ള ഫ്ലവറിൻ്റെ ലീഫാണ് ഇതുപോലെ ഇങ്ങനെ കൂർത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അത് നിറച്ചും പൂക്കളാണ്. അപ്പം 10 മണിയൊക്കെ ഒരു 3 മണിവരെയൊക്കെ നല്ല രീതിയിൽ വിടർന്ന് നിൽക്കും, പിന്നെ അങ്ങ് മങ്ങും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മൾ ഈ അടുക്ക് പെട്ടെന്ന് മങ്ങും, മറ്റേതാണെങ്കിൽ കുറേ നേരം കൂടി ആ ഫ്ലവർ ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, സിംഗിൾ പെറ്റൽ കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഇവിടെ എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ എല്ലാം ബാൽസം തന്നെ കിളുത്ത് വന്ന ബാൽസങ്ങളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം അത് ഇണക്കായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് കുറച്ച് നമ്മുടെ ഈ കൊങ്ങിണിച്ചെടി എന്ന് പറയുമല്ലോ, പലരും പല പേരാണ് അതിന് പറയുന്നത്. നമ്മുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഗാർഡനിൽ ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേര് മഴ, എല്ലായിടവും ഒരുവിധം മഴയായിരിക്കും ഈ ഒരു സമയത്ത്. ഇന്ന് മാത്രമല്ല ഞങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടിയത്. അപ്പോൾ ബാക്കി എല്ലാ ദിവസവും നല്ല മഴയായിരുന്നു, കാറ്റുണ്ട്. ഈ മഴയത്തും കാറ്റത്തും ഒക്കെ കണ്ടോ പൂക്കളിട്ട് നിൽക്കുന്നൊരു ചെടിയാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം. പിന്നെ അതിൻ്റെ വേറെ കളേഴ്സും ഉണ്ട്, പക്ഷെ അതിപ്പോൾ ഫ്ലവർ ചെയ്തിട്ടില്ല കേട്ടോ. അത് നിങ്ങളെ കാണിക്കാൻ ഇപ്പോൾ ഫ്ലവർ ചെയ്തിട്ടില്ല, മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം അത് ഫ്ലവർ ചെയ്തിരിക്കുന്നത്. ബ്ലൂവും വൈറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡും യെല്ലോയും ആണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിറച്ചും ചിത്രശലഭങ്ങളും അതുപോലെ തന്നെ തേനീച്ചയും തുമ്പിയൊക്കെ എപ്പോഴും വരാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് കാണാൻ. പിന്നെ ഇവിടെ നിൽക്കുന്നത്, പിന്നെ കുറച്ച് ഞാൻ ഇവിടെ കുറേ മുളകുകൾ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫ്രണ്ട് ഗാർഡനിൽ തന്നെ ചെടികളോടൊപ്പം പച്ചക്കറികളും ഒക്കെ നട്ട് വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുമ്പൊക്കെ ഞാൻ തക്കാളിയും വെണ്ടയ്ക്കയും വഴുതനങ്ങയും ചീരയും എല്ലാം നടുവായിരുന്നു. ഇപ്പം പക്ഷേ കുറച്ച് സ്ഥലപരിമിതിയുണ്ട്. നമ്മുടെ ഓർക്കിഡ്സ് ഞാൻ അറിയാമല്ലോ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർക്കിഡ്സ് വെക്കുന്നതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് എൻ്റെ ഗാർഡനൊക്കെ ഒന്ന് സൈഡിലോട്ടൊക്കെ ആക്കേണ്ടി വന്നു. അപ്പം പച്ചക്കറികൾ കൂടുതലും ഞാൻ അല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പച്ചമുളക് നട്ടിട്ടുണ്ട്. അതിനകത്ത് ഈ കാന്താരിയാണ് കേട്ടോ. ഇത് കാന്താരിയിലും തന്നെ ഹൈബ്രിഡ്സ് ഉണ്ട് കേട്ടോ. ഹൈബ്രിഡ്സുകൾ കാന്താരിയുടെ നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ മേടിച്ച് കിളിപ്പിച്ചതാണ് കേട്ടോ. കണ്ടോ നിറച്ചും കായ്കളാണ്. അപ്പോൾ ഇവിടെ കുറേ പച്ചമുളക്, നമ്മുടെ നീളം പച്ചമുളകുണ്ടല്ലോ, അതിങ്ങനെ കുറേ നിൽപ്പുണ്ട്. നമുക്ക് എപ്പോഴും വേണ്ടുള്ളൊരു സാധനമാണല്ലോ പച്ചമുളക്. അപ്പോൾ അത് കാരണം കുറച്ച് നട്ടിട്ടുണ്ട്. അപ്പം ഈ പ്ലാന്റ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഓരോ പ്ലാന്റാണ് ഓരോ ചെടിച്ചട്ടിയും നിൽക്കുന്നത് കേട്ടോ. പ്ലാന്റ് കണ്ടാൽ അറിയാം നല്ല ഈൽഡുണ്ട്. അപ്പോൾ ഈൽഡിന് പ്രധാനമായിട്ടുള്ള വേണ്ടത് പോളിനേഷനാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരാഗണം കറക്റ്റായിട്ട് നടക്കുമ്പോഴേ നമുക്ക് നല്ല രീതിയിലുള്ള അതിനുള്ള ഈൽഡ് കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ചെടികളുടെ ഇടയിലൊക്കെ നട്ട് വളർത്തുകയാണെങ്കിൽ രോഗങ്ങളും കുറച്ച് കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, ഈൽഡ് ധാരാളമായിട്ട് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. മുളകൊക്കെ വെക്കുകയാണെങ്കിൽ എപ്പോഴും കുരുടിപ്പായിരിക്കും. പക്ഷേ എനിക്കിവിടെ നട്ടിട്ട് ഈ ചെടികളുടെ ഇടയിലൊക്കെ നട്ടിട്ട് ഓപ്പണായിട്ട് ആയതുകൊണ്ടായിരിക്കാം കുരുടിപ്പൊന്നും ഇതുവരെ വന്നിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, നല്ല ഈൽഡ് തരുന്നുണ്ട്. ഈ മഴയത്തും എനിക്ക് നല്ല ഈൽഡ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് മഴയത്ത് വെക്കാൻ പറ്റിയ നല്ലൊരു പച്ചക്കറിയാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബുഷ് ഓറഞ്ച് നിൽപ്പുണ്ട് കേട്ടോ. കുഞ്ഞൊരു തൈ ഞാൻ കൊണ്ടുവച്ചതാണ്. പക്ഷേ ഇത് കണ്ടോ ഇവിടെ വന്നതിന് ശേഷം നിറച്ചും കായ്കൾ വന്നിട്ടുണ്ട്. ഏതെങ്കിലും കുറേയൊക്കെ പറിച്ചു, കുഞ്ഞു കുഞ്ഞായിട്ട് വീണ്ടും വരുന്നു. നല്ല രീതിയിൽ അത് ഞാൻ ക്യാനിലാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ഇവിടെ നിലത്ത് വെക്കാനുള്ള സ്പേസ് കുറവായതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാ ചെടികളും വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് പവിഴമല്ലി എന്ന് പറയുന്നൊരു ചെടിയാണ് കേട്ടോ. ഭയങ്കര സുഗന്ധമുള്ള ഒരു ഫ്ലവറാണ്, രാത്രിയിലാണ് വിരിയുന്നത്. അതിൻ്റെ കളറ് തന്നെ ഭയങ്കര ഒരു നമ്മൾ മറ്റ് പൂക്കളിലൊന്നും നമ്മൾ മറ്റ് ചെടികളിലെ പൂക്കളൊന്നും ഞാനത് കണ്ടിട്ടില്ല. ഒരു പ്രത്യേക ഭംഗിയാണ് പൂക്കൾ കാണാൻ. ഞാൻ ഫോട്ടോസിൽ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ, ഞാൻ നേരിട്ട് ഇതുവരെ ഫ്ലവർ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് തപ്പിക്കൊണ്ട് മേടിച്ച് വെച്ച ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ പവിഴമല്ലി. അത് നല്ല വെറും കുഞ്ഞു പ്ലാന്റ് ആയിരുന്നു. പക്ഷെ കണ്ടോ നല്ല ബുഷിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഫ്ലവർ ആവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഉടൻ തന്നെ. നമ്മൾ വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പം നമ്മുടെ മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ അത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്നത്. അപ്പം എനിക്കിവിടെ നല്ല വെയിലായത് കാരണം എനിക്ക് തോന്നുന്നു ഒരു 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ പൂവങ്ങ് അടയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം വെയിൽ എനിക്ക് തോന്നുന്നു അത്രയും തീവ്രമായിട്ട് അതിന് വേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഉച്ചയ്ക്ക് നോക്കുമ്പോഴും ആ പൂവൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ ഒരുപാട് ചൂടടിക്കുന്നില്ലാത്തതുകൊണ്ടായിരിക്കാം ആ ഫ്ലവർ കുറേ കൂടെ ലാസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് എന്തായാലും ഒരു 10 മണിയാകുമ്പം പൂ മങ്ങുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുണ്ട്. രാവിലെ എണീച്ച് വരുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇത് മൊത്തം കവർ ചെയ്ത് നിറച്ചും മുട്ടുകളാണ്. അപ്പം നിറച്ചും പൂക്കൾ കവർ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ. ഇങ്ങനെ വരുന്ന ഭാഗത്തെല്ലാം ഒരു ലീഫിൻ്റെ ഇടയിൽ നിന്ന് ഒരു സ്പൈക്ക് മുട്ട, അതിനകത്ത് 3-4 മുട്ടുകൾ കാണും.
എപ്പോഴും പൂക്കളുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കളറ്. കുഞ്ഞു പൂക്കൾ കേട്ടോ, ഭയങ്കര വലുതല്ല, തീരെ ചെറുതല്ലാത്ത രീതിയിലുള്ള ഫ്ലവേഴ്സാണ്. പിന്നെ ഇവിടെ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റീസ് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ് നിൽക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതിനകത്തെല്ലാം നിറച്ച് മൊട്ടുകളാണ്. ഇവിടെ എല്ലാം മൊട്ടുകൾ വരുന്നുണ്ട്. നമ്മുടെ മഞ്ഞ അതിനകത്ത് സീഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്ത സമയത്താണെങ്കിൽ എൻ്റെ ചെടികളിലൊന്നും അധികം പൂക്കളില്ല. 10 മണിയെല്ലാം വൈകുന്നേരമായപ്പോൾ മങ്ങി, അങ്ങനെ പല ചെടികളിലും പൂക്കളില്ല. പിന്നെ ഈ ക്ലൈമറ്റ് അതുപോലല്ലേ, നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുള്ള പ്രശ്നത്തിലും കുറേ പൂക്കളൊക്കെ കുറവാണ്. അപ്പോൾ ഇനി എല്ലാം പൂത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, എല്ലാ ചെടികളും പൂക്കളും ഒക്കെ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ലൊരു പൂക്കളുടെയും ചെടികളുടെയൊക്കെ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടാറ്റ.